ആലപ്പുഴയിൽ നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലിയ ഗൺമാൻമാരെ സംരക്ഷിച്ച് ക്രൈംബ്രാഞ്ച്. കേസ് അവസാനിപ്പിക്കാൻ ജില്ലാ ക്രൈംബ്രാഞ്ച് കോടതിയിൽ റഫറൻസ് റിപ്പോർട്ട് നൽകി. വാഹനത്തിനടുത്തേക്ക് പാഞ്ഞെത്തിയവരെ തടയുക മാത്രമാണ് ചെയ്തതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചില്ലെന്ന വിചിത്രവാദവുമുണ്ട്. അനഘ ഹർഷനുണ്ട് വിവരങ്ങളുമായി. അനഘ, മുഖ്യമന്ത്രിയുടെ ഗൺമാൻ വ്യക്തമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്നത് വലിയ വിവാദമായിരുന്നു. അതിന്റെ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും നിരന്തരമായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തതാണ്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഈ കേസ് അവസാനിപ്പിക്കുന്നതിനായി എന്ത് വാദമുഖങ്ങളാണ് പറയുന്നത്? പിന്നിൽ നവകേരള യാത്രക്കിടെയാണ് ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ രീതിയിലുള്ള മർദ്ദനം ഗൺമാൻമാരുടെ കയ്യിൽ നിന്ന് ഉണ്ടാകുന്നത്. ഇതിന്റെ വീഡിയോ അടക്കം വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ ആ കേസിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർക്ക് ക്ലീൻ ചീട്ട് നൽകിയിരിക്കുന്നത്. കേസ് അവസാനിപ്പിക്കാനാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് കോടതിയിൽ റഫറൻസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന ഏറ്റവും വിചിത്രമായ ഒരു വാദം കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുക മാത്രമാണ് ഈ ഗൺമാൻമാർ ചെയ്തിരിക്കുന്നത് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പരാതി വ്യാജമാണ് എന്നും പോലീസ് കോടതിയിൽ പറയുന്നുണ്ട്. ഏറ്റവും വലിയ കാര്യം, പരാതിക്ക് ആധാരമായ തെളിവുകൾ ഇല്ല എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഇത്രയധികം വീഡിയോ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുമ്പോഴാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു തെളിവുകളില്ല എന്നൊരു വിചിത്രവാദം ഉണ്ടാകുന്നത്. ഈ വാഹനത്തിനടുത്തേക്ക് പാഞ്ഞെടുത്തവരെ തടയുക മാത്രമാണ് ചെയ്തത് എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർക്ക് ക്ലീൻ ചീട്ട് നൽകുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അനഘ, മുഖ്യമന്ത്രിയുടെ ഗൺമാനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയായിരുന്നു നേരത്തെയും സർക്കാർ സ്വീകരിച്ചിരുന്നത്. പോലീസ് ഉൾപ്പെടെ വളരെ രഹസ്യമായിട്ടാണ് ഇവരെ ചോദ്യം ചെയ്തത്. നേരത്തെ ചോദ്യം ചെയ്യാൻ ഉൾപ്പെടെ പോലീസ് സംഘം തിരുവനന്തപുരത്തേക്ക് എത്തിയതുൾപ്പെടെ വലിയ വിവാദമായിരുന്നു. അങ്ങനെ പൂർണ്ണമായും സംരക്ഷണം ഒരുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പല വിധത്തിലുള്ള സംരക്ഷണ കവചം ഒരുക്കുകയായിരുന്നു സർക്കാർ ചെയ്തത്. ഇപ്പോൾ ഈ കോടതിയിൽ റഫറൻസ് റിപ്പോർട്ട് നൽകി എന്ന് പറയുമ്പോൾ തെളിവില്ല എന്നുള്ളതാണോ പ്രധാനമായും ഈ റിപ്പോർട്ടിൽ ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാട്ടുന്നത്? അതേ ബിനിൽ, ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് തെളിവുകൾ, ഈ കേസിന് പരാതിക്ക് ആധാരമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് ഈ പോലീസ് പറയുന്നത്. ഈ പരാതി വ്യാജമാണെന്നും, അതായത് കെട്ടിച്ചമച്ചതാണ് എന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്രയധികം വീഡിയോ ഈ കേസുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ അടക്കം പ്രചരിച്ചിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതിക്ക് ആധാരമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്ന ഏറ്റവും വിചിത്രമായ വാദം തന്നെയാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട പോലീസ് ഉന്നയിക്കുന്നത്. മാത്രമല്ല, വാഹനത്തിനടുത്തേക്ക് പാഞ്ഞെടുത്തവരെ തടയുക മാത്രമാണ് ഈ ഗൺമാൻമാർ ചെയ്തിരിക്കുന്നത് എന്നാണ് ആ റിപ്പോർട്ടിലടക്കം പറയുന്നത്. അതായത് മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുക മാത്രമാണ് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായൊരു ഈ ക്ലീൻ ചീറ്റ് നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഈ പരാതിക്ക് ആധാരമായ അല്ലെങ്കിൽ ഈ ഗൺമാൻമാരെ ചോദ്യം ചെയ്യുന്നതടക്കം വലിയ രീതിയിലുള്ള വിവാദം ഉണ്ടായിരുന്നു. ആ സമയം മുതൽ തന്നെ ഇവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന ഈ ഏറ്റവും വിചിത്രമായ ഒരു വാദം തന്നെയാണ് ഇവർ പോലീസ് ഈ കോടതിയിലടക്കം ഈ റിപ്പോർട്ടിലടക്കം നൽകിയിരിക്കുന്നത്.